ഇന്ന് ഫിഖുൽ മുസ്ലിമിലേക്ക് മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത് ഉളിയത്തിനെ കുറിച്ചാണ്. ഉളിയത്തിന്റെ വിധി എന്താണ്? ആരാണ് ഉളിയത്ത് അറക്കൽ നിർബന്ധമായിട്ടുള്ള ആള്? ഉളുഹിയ്യത്ത് പ്രബലമായ ഒരു സുന്നത്താണ് എന്നതാണ് ഭൂരിഭാഗം ഫുഖഹാക്കളുടെയും കാഴ്ചപ്പാട്. എന്നാൽ ഹദീസിൽ വന്നതനുസരിച്ച് മൻകാന ലഹു സഅ ഫലം യുളഹി ഫലാ യഖ്റുബന്ന വലം യുളഹി ഫലാ യഖ്റുബന്ന മുസല്ലാന. ഒരാൾക്ക് ഒരു ഉരുവിനെ അറുക്കുവാനുള്ള സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ട്, എന്നിട്ട് അങ്ങനെ അയാൾ തികഞ്ഞ അലംഭാവം അലസതയും പിശുക്കും കൊണ്ട് അടത്തില്ല എങ്കിൽ അങ്ങനെയുള്ള ആളുകൾ പെരുന്നാൾ നിസ്കരിക്കാൻ നമ്മുടെ ഈദ്ഗാഹിലേക്ക് വരേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രയോഗം വെച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ ഉളുഹിയ്യത്ത് അറക്കൽ വാജിബാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും പ്രബലമായ വീക്ഷണം ഭൂരിഭാഗം ഫുഖാക്കളും പറയുന്നത് ഉളുഹിയ്യത്ത് എന്നത് ഒരു സുന്നത്തായ ഒരു കാര്യമാണ്. അത് സുന്ന മുഅക്കദാണ്, പ്രബലമായ സുന്നത്താണ്. അത് കഴിഞ്ഞിട്ട് ചെയ്യാതിരിക്കൽ മക്രൂഹാണ്, വെറുക്കപ്പെട്ടതാണ് എന്നാണ് അതിൻ്റെ ഹുക്ം. വേറൊരു ചോദ്യം, ഉളിഹിയത്ത് അറക്കുന്നത് ഒരു കുടുംബത്തിന് ഒരു ഉരുവിന അത് ഹദീസിലൊക്കെ വ്യക്തമാണ്. ഒരു അഹ്ലു ബൈത്തിന്, ഒരു വീട്ടുകാർക്ക് വേണ്ടി ഒരു ഉരുവിനെ അർത്താൽ മതി, ഒറ്റ ഉരുവിനെ അർത്ഥം. അതാണ് സുന്നത്ത്. സുന്നത്ത് തന്നെ ഒരു കുടുംബത്തിന് ഒരു ഉളുഹിയത്ത് എന്നതുകൊണ്ട് ഉളുഹിയത്ത് വീടും. എന്നാൽ കുടുംബത്തിലെല്ലാവരും സാമ്പത്തിക ശേഷിയുള്ളവരാണെങ്കിൽ ഓരോരുത്തർക്കും എന്താക്കാം, കാർക്ക് അങ്ങനെ അവർക്ക് തിന്നാനല്ലല്ലോ, അത് വിതരണം ചെയ്യാനാണല്ലോ. ഉളുഹിയത്ത് അറക്കുന്നത് പെരുന്നാൾ ദിവസം ഏത് ദിവസം ഏത് സമയത്താണ് ഏറ്റവും? പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് അന്നേ ദിവസവും ദുൽഹജ്ജ് 10, ദുൽഹജ്ജ് 11, 12, 13 അന്ന് അസർ വരെയും, അയ്യാമു തശ്രീഖിൻ്റെ അസർ വരെയും ഉളുഹിയത്ത് അറക്കാനുള്ള സമയമാണ്. അതൊക്കെ പെരുന്നാൾ ദിവസമായിട്ടാണ് പരിഗണിക്കപ്പെടുക. മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത് ഹക്കീക്കയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഹക്കീക്കത്ത് അറക്കുമ്പോൾ അത് എത്ര എണ്ണമാണ് അറക്കേണ്ടത്? ഒരാൾക്ക് കുഞ്ഞ് ജനിച്ചാൽ അതിലുള്ളൊരു നന്ദി സൂചകമായും സന്തോഷ പ്രകടനമായും അള്ളാഹുവിന് അർപ്പിക്കുന്ന ഒരു ബലിയുടെ പേരാണ് അഖീഖത്ത് എന്ന് പറയുന്നത്. ഈ അഖീഖത്ത് അനിൽ ഗുലാമി ഷാത്താനി വ അനിൽ ജാരിയത്തി ഷാത്തുൻ. ഒരാൾക്ക് ആൺകുഞ്ഞാണ് പറഞ്ഞതെങ്കിൽ 2 ആടും, പെൺകുഞ്ഞാണെങ്കിൽ 1 ആടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ആട് 1 വയസ്സ് കഴിഞ്ഞിരിക്കണം. എന്നാൽ ഈ ആടിന് പകരം 2 ആണായാലും പെണ്ണായാലും ഒരു മൂരിയോ കാളയോ പോത്തോ ഒക്കെ എന്താക്കാം, പകരം അറുക്കാം. അങ്ങനെയാകുമ്പോൾ പിന്നെ 2 വയസ്സാവണം. മാട് വർഗത്തിൽപ്പെട്ടതിനെയാണ് ബലി അറക്കുന്നുണ്ടെങ്കിൽ, അഖീഖ അറക്കുന്നതെങ്കിൽ 2 വയസ്സ് ആകണം. 7ൻ്റെ അന്ന്, കുഞ്ഞ് ജനിച്ചിട്ട് 7ൻ്റെ അന്ന് അറക്കലാണ് സുന്നത്ത്. പേരിടലും മുടി കളയലും അറുക്കലും കുഞ്ഞ് ജനിച്ച് 7ാമത്തെ ദിവസമാണ് ഏറ്റവും പ്രബലമായ ഏറ്റവും ശ്രേഷ്ഠം. ഇനി അന്ന് അറക്കൽ നിർബന്ധമൊന്നുമില്ല, ഏത് ദിവസവും അറക്കാം. ഇനി 7 പറ്റിയില്ലെങ്കിൽ 14, 14 പറ്റിയില്ലെങ്കിൽ 21, അങ്ങനെയൊക്കെ ആക്കാം എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അഖീഖത്തിൻ്റെ സമയവും അഖീഖത്തിൻ്റെ ഇതും. അതിന് വയസ്സ് നേരത്തെ പറഞ്ഞതുപോലെ ഉളുഹിയ്യത്തിൻ്റെ പോലെ തന്നെയാണ്. ആടാണെങ്കിൽ 1 വയസ്സ് കഴിഞ്ഞിരിക്കണം, മാടാണെങ്കിൽ 2 വയസ്സ് കഴിഞ്ഞതായിരിക്കണം. ഈ ഉളുഹിയ്യത്തും അതുപോലെ തന്നെ അഖീഖത്തും അറക്കുന്നത് രണ്ടും കൂടെ ഒന്നിച്ച് അറക്കാൻ പറ്റുമോ? അതായത് ഇത് രണ്ടും 2 ഇബാദത്താണ്. ഉളുഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ അത് വലിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിം നബിയുടെ സുന്നത്തുമായി മില്ലത്ത് അബീക്കും ഇബ്രാഹിം എന്ന ആ സുന്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ബലി എന്നത്. അഖീഖ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞ് ജനിച്ചാൽ അതിനോടുള്ള നന്ദി സൂചകമായി പഠിപ്പിച്ചതാണ്. ഇതിൻ്റെ 2ൻ്റെയും ഉദ്ദേശം 2ആണ്. 2ൻ്റെയും ഉദ്ദേശം 2ആണ്. 2ൻ്റെയും പ്രചോദനം 2ആണ്. 2ൻ്റെയും കാരണങ്ങളും 2ആണ്. അപ്പോൾ അതുകൊണ്ട് ഉളുഹിയ്യത്തും അഖീഖത്തും ഒരു നിയ്യത്ത് വെച്ചിട്ട് മതിയാവുകയില്ല എന്നാണ് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ ഷാഫി മദ്ഹബിലൊക്കെ ചില പണ്ഡിതന്മാർ 2നും കൂടി 1 മതി എന്ന അഭിപ്രായം പ്രകടിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് അഭിപ്രായം എന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ അങ്ങനെ ചെയ്തതായിട്ടൊരു തെളിവുമില്ല. അപ്പോൾ ഈ ഇപ്പോൾ ഹഖീഖത്തും ഉളുഹിയ്യത്തും ഒന്നിച്ചറക്കുമ്പോൾ അതിൽ ഷെയർ കൂടാൻ പറ്റുമോ എന്ന് വേറൊരു ചോദ്യം വന്നിട്ടുണ്ട്. അല്ല, അത് പറഞ്ഞ പോലെ ചില പണ്ഡിതന്മാർ പറയുന്നത് ഉളുഹിയ്യത്തിന് സുബോ ബദന എന്ന ഹദീസിലുണ്ട്. എന്നുവെച്ചാൽ 7-1, ഒരു ഉരുവിൻ്റെ 7-1 വലിയ മൃഗമാണെങ്കിൽ, മാട് വർഗവും ഒട്ടക വർഗമാണെങ്കിൽ. എന്നാൽ അഖീഖത്തിനെ സംബന്ധിച്ച് ആട് എന്നല്ലാതെ വേറൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ ഷെയർ ഇല്ല എന്നാണ് പിന്നെ നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ അതും ഷാഫി മദ്ഹബിൻ്റെ വീക്ഷണം അനുസരിച്ച് അതിലും ഷെയർ പറ്റും. 7 വരെ ഉളുഹിയ്യത്ത് പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അവർ ഉളുഹിയ്യത്തിനോട് ഖിയാസാക്കിക്കൊണ്ടാണ് ആ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. നസ്സിൽ അഥവാ ഹദീസിലോ ആയത്തിലോ അങ്ങനെയുള്ള ഒരു തെളിവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ്
ഇന്നത്തെ ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.